ക്ലാസ്സിലെത്തിയിട്ടും എല്ലാ വിദ്യാർത്ഥികളും ഗൗരിയെ മാത്രം നോക്കി. എല്ലാവരും അവളിങ്ങനെ നോക്കുന്നതിൽ ഗൗരിക്ക് അത്ര വിചിത്രമായി തോന്നിയില്ല. കാരണം ഇപ്പോൾ അവൾക്ക് ഇതെല്ലാം ശീലമായി. പക്ഷെ മുമ്പ് അവർ ഗൗരിയെ മോശം കണ്ണുകളോടെയാണ് നോക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാവരും അവളെ അസൂയോടെ നോക്കുകയായിരുന്നു. ഗൗരി അവളുടെ സീറ്റിലിരുന്നപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ അടുത്തിരുന്ന് പറഞ്ഞു, ഗൗരി, ആരാണ് ആ പയ്യൻ? രാവിലെ നിന്റെ കൂടെ വന്നിരുന്ന അവൻ നിന്റെ കാമുകനാണോ? അവന്റെ പേരെന്താണ്? ഹലോ, എന്താണ്? നിങ്ങൾക്ക് എന്റെ കാമുകന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോ എന്താ? ഗൗരി പറഞ്ഞു. ആ പെൺകുട്ടി വളരെ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റു. നിന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. പെൺകുട്ടി പോകുമ്പോൾ പറഞ്ഞു. ഗൗരിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അമൃതയും ഗൗരിയും തനുവും ക്യാൻറ്റീനിൽ ഇരിക്കുകയായിരുന്നു. ഗൗരി, ഞാൻ വരാൻ വൈകി. അല്ല, ഇന്നെല്ലാവരും എന്റെ കാമുവിനെ കുറിച്ചാണല്ലോ സംസാരം. ഞാൻ വൈകാൻ പാടില്ലായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു. ഗൗരിയോട് തനു പറഞ്ഞു. അവൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. തനു അല്പം ദേഷ്യപ്പെട്ടു. അമൃത ഗൗരിയെ രൂക്ഷമായി നോക്കി. നീ ഗർഭിണിയാണോ ഗൗരി? അമൃത ചോദിച്ചതും ഗൗരി ഭക്ഷണം കഴിക്കാൻ വയ്യാതെ ശ്വാസം മുട്ടി. തനു ഗൗരിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തുകൊണ്ട് പറഞ്ഞു. അമൃത, നീ എന്താ പറയുന്നേ? ഏയ്, അങ്ങനെയല്ലടോ. നീ ഭക്ഷണം എത്ര ആവശ്യത്തോടെ കഴിക്കുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞാണ് നീ ഗർഭിണിയാണോന്ന്. ഏയ്, അവളെപ്പോഴും ഇങ്ങനെ കഴിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? തനു പറഞ്ഞു. ഗൗരി അമൃതയെ കൂർപ്പിച്ച് നോക്കി. പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്തു. അവൾ ഫോൺ എടുത്ത് നോക്കി. അത് രുദ്രന്റെ കോളായിരുന്നു. ഹലോ രുദ്രേട്ടാ. ഗൗരി, ഞാൻ പുറത്ത് നിൽക്കുന്നുണ്ട്. നിന്റെ ക്ലാസ് കഴിഞ്ഞോ? നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാനത്തേക്ക് വരണോ? രുദ്രൻ ചോദിച്ചു. ഇല്ല, അതിന്റെ ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഗൗരി തന്റെ മുന്നിലുള്ള ഭക്ഷണത്തിലേക്ക് നോക്കി പറഞ്ഞു. ശരി, എങ്കിൽ വരൂ. ഞാൻ ഗേറ്റിന് പുറത്താണ് നിൽക്കുന്നത്. ശരി, ഞാൻ വരുന്നു. ഗൗരി ഫോൺ വെച്ചു. ഓ, രുദ്രൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നു. എന്താണ് കാര്യം? അമൃത ഗൗരിയെ കളിയാക്കി ചോദിച്ചു. ഒന്ന് പോടി. രുദ്രേട്ട എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഞാൻ ഈ ഭക്ഷണം മുഴുവൻ കഴിക്കട്ടെ. സൂക്ഷിച്ചോളൂ. പുറത്തു നിൽക്കുന്ന സുന്ദരനായ ചെറുപ്പക്കാരനെ നീ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റാരെയും കൊണ്ടുപോകാൻ അനുവദിക്കരുത്. കാരണം ഇന്ന് രാവിലെ മുതൽ അവൻ കോളേജ് പെൺകുട്ടികളുടെ ആദ്യ പ്രണയമായി മാറിയിരിക്കുന്നു. താൻ ഇത് പറഞ്ഞുടനെ ഗൗരി കഴിക്കാതെ അവരെ നോക്കി. ഗൗരി പെട്ടെന്ന് തന്റെ കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണം പ്ലേറ്റിലിട്ടുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു. ഗൗരി, ഞാൻ പോകുന്നു. എനിക്കിപ്പോൾ വിശക്കുന്നില്ല. അതിനുശേഷം അവളുടനെ അവിടെ നിന്ന് ഓടിപ്പോയി. അവൾ ഇങ്ങനെ ഓടുന്നത് കണ്ട് അമൃതയും തനുവും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. രുദ്രൻ കോളേജ് ഗേറ്റിന് പുറത്ത് തന്റെ കാറിലേക്ക് ചാരി നിൽക്കുകയായിരുന്നു. ഒരു ചെറിയ വസ്ത്രം ധരിച്ച സുന്ദരിയായ ഒരു പെൺകുട്ടി നാണത്തോടെ അവന്റെ മുന്നിൽ നിന്ന് പെൺകുട്ടിയുടെ കണ്ണുകൾ താഴ്ത്തി. അവൾ എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ തോന്നി. ഗൗരി അപ്പോഴേക്കും പുറത്തു വന്നിരുന്നു. അവൾ മനസ്സിൽ സങ്കല്പിച്ചതുപോലെ അവൾ അത് തന്റെ കൺമുന്നിൽ കാണുന്നുണ്ടായിരുന്നു. ഇവളെന്തിനാ എന്റെ രുദ്രേട്ടന്റെ അടുത്ത് നിൽക്കുന്നേ? അതും നാണത്തിൽ. ഗൗരി പതുക്കെ അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. നീ ആരാണ്? ഇതിനെ ഇവിടെ ഇങ്ങനെ എന്റെ അടുത്ത് നിൽക്കുന്നേ? രുദ്രൻ ആ പെൺകുട്ടിയോട് ദേഷ്യത്തോടെ ചോദിച്ചു. അത് ഞാൻ എന്നിൽ നിന്ന് അകന്നു നിൽക്കൂ, രുദ്രൻ കർശനമായി പറഞ്ഞു. ആ പെൺകുട്ടി അല്പം മാറി നിന്നു. രുദ്രന്റെ ഭയാനകമായ ശബ്ദം കേട്ട് ആ പെൺകുട്ടി ഭയന്നു പോയി. പക്ഷെ എന്താണ് പറയേണ്ടതെന്ന് പറയാതെ അവിടെ നിന്ന് പോകാൻ അവൾ ആഗ്രഹിച്ചില്ല. ആ പെൺകുട്ടി ഭയത്തോടെ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. അത് എനിക്ക് നിങ്ങളുടെ നമ്പർ തരാമോ? പെൺകുട്ടി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഇപ്പോൾ അവൾക്ക് വളരെ ആശ്വാസം തോന്നി. അതിനുശേഷം അവൾ പ്രതീക്ഷയുള്ള കണ്ണുകൾ രുദ്രനെ നോക്കാൻ തുടങ്ങി. കോളേജിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടികളിൽ ഒരാളാണ് ആ പെൺകുട്ടി. അവളുടെ സൗന്ദര്യത്തിൽ അവൾ വളരെ അഭിമാനിച്ചിരുന്നു. രുദ്രൻ അവളെ നോ പറയാൻ കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എല്ലാത്തിനുപരി ഒരു സുന്ദരിയായ പെൺകുട്ടി തന്റെ മുന്നിൽ വരുമ്പോൾ ഏതാണ് കുട്ടിക്ക് നോ പറയാൻ കഴിയും? പക്ഷെ രുദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. എന്റെ അടുത്തുനിന്ന് പോകുന്നുണ്ടോ? ഒരു നിമിഷത്തിനുള്ളിൽ നീ പോയില്ലെങ്കിൽ ഞാൻ നിന്നെ എടുത്ത് ഒരു ആഴത്തിലുള്ള കുഴിയിലെറിയും. രുദ്രൻ തമാശ പറയുന്നതായി ആ പെൺകുട്ടിക്ക് തോന്നിയില്ല. അവൾ ഇപ്പോൾ വളരെ ഭയന്നിരുന്നു. അതിനാൽ അവൾ ഉടൻ പോകാൻ തീരുമാനിച്ചു. ഗൗരി രുദ്രന്റെ അടുത്തേക്ക് എത്തി. അവളെന്താ രുദ്രനോട് പറഞ്ഞത്? അവളാരാ? എന്നോടൊന്നും അവൾ പറഞ്ഞില്ല. ഗൗരിയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അവൾ ഫോൺ നമ്പർ ചോദിച്ചത് പറഞ്ഞിട്ടില്ല. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവൾ കാറിൽ കയറിയിരുന്നു. ഗൗരി കാറിൽ കയറിയതും രുദ്രൻ കാറിൽ കയറി വണ്ടിയെടുത്തു.
കാറിനുള്ളിലെ അന്തരീക്ഷം വളരെ ചൂടേറിയതായി മാറുകയായിരുന്നു. അവരുടെ ഈ നിശബ്ദത രുദ്രന് ഇഷ്ടപ്പെട്ടില്ല. എന്നെ പോലെ തന്നെ പെണ്ണിന് നല്ല കുശുമ്പി. അവർ രണ്ടുപേരും വീട്ടിലെത്തിയപ്പോഴേക്കും 6 മണി കഴിഞ്ഞിരുന്നു. ഇതുവരെ ആയിട്ടും ഗൗരി രുദ്രനോട് മിണ്ടിയില്ല. കള്ളപ്പിണക്കമാണ് പെണ്ണിന്. അവൾ ദേഷ്യത്തോടെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് രുദ്രന്റെ മുറിയുടെ പുറത്ത് നിന്നു. അവൾ രുദ്രന്റെ മുറിയുടെ വാതിൽ ഉറക്കെ മുട്ടാൻ തുടങ്ങി. തന്റെ ലാപ്ടോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രുദ്രൻ വാതിലിൽ ശബ്ദം കേട്ടതും അത് ഗൗരിയാണെന്ന് രുദ്രന് മനസ്സിലായി. രുദ്രൻ വാതിൽ തുറന്ന ഉടനെ ഗൗരി മുന്നോട്ടോടി രുദ്രന്റെ കൈകൾ വീണു. ഹേ ഗൗരി, പതിയെ, രുദ്രൻ പറഞ്ഞു. ഗൗരി അവനെ നോക്കി. അവൾ അവന്റെ നെഞ്ചിൽ ശക്തമായി അടിച്ചുകൊണ്ടേയിരുന്നു. രുദ്രേട്ടൻ, ഇത്രയും നേരം അകത്ത് എന്താണ് ചെയ്തത്? ഹേ ഗൗരി, ഒരു നിമിഷം, ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. എനിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി ഉണ്ടായിരുന്നു. നീ എന്നെ ഇങ്ങനെ അടിക്കുന്നത് നിർത്ത്, രുദ്രൻ ഗൗരിയോട് പറഞ്ഞു. പക്ഷേ ഗൗരി അവന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല. രുദ്രൻ അവളെ തടയാൻ ശ്രമിച്ചില്ല. രുദ്രൻ പിന്നിലേക്ക് മാറി അവിടെയുള്ള കട്ടിൽ തട്ടി നിന്നു. ഗൗരി പെട്ടെന്ന് അവന്റെ നേരെ ചാടി. ഇരുവരും ഒരുമിച്ച് കട്ടിൽ വീണു. രുദ്രൻ ഗൗരിയുടെ അടിയിലും ഗൗരി അവന്റെ മുകളിലുമായിരുന്നു. ഗൗരി പെട്ടെന്ന് രുദ്രന്റെ 2 കൈകളും പിടിച്ചു അവന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, രുദ്രൻ കോളേജിന് പുറത്തുനിന്ന് ആ പെൺകുട്ടിയുമായി ഫ്ലേർട്ട് ചെയ്യുകയായിരുന്നു. ഗൗരി തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരുന്നു. രുദ്രന്റെ അവസ്ഥ അവൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നു. ഗൗരി അവന്റെ മേലിരിക്കുമ്പോൾ രുദ്രന് വളരെ അസ്വസ്ഥത തോന്നി. അവന്റെ മനസ്സ് മറ്റേതോ ദിശയിലേക്ക് അലഞ്ഞു. രുദ്രൻ പ്രതികരിക്കാതിരുന്നതിനാൽ ഗൗരി കൂടുതൽ ദേഷ്യപ്പെട്ടു. അവൾ കുനിഞ്ഞ രുദ്രന്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു, എന്താണ് സംഭവിച്ചത്? എന്റെ കണ്ണുകളിലേക്ക് നോക്കി രുദ്രേട്ടന് ധൈര്യമില്ലേ? പെട്ടെന്ന് അവൻ ഗൗരിയിൽ നിന്ന് തന്റെ കൈകൾ മോചിപ്പിച്ചു. അതോടെ ഗൗരി അവന്റെ മേലേക്ക് വീണു. രുദ്രൻ പെട്ടെന്ന് അവളുടെ അരക്കെട്ടിൽ കൈകൾ വെച്ച് ചോദിച്ചു, എന്നെ മറ്റൊരാളുടെ കൂടെ കാണുമ്പോൾ നിനക്ക് അസൂയ തോന്നുന്നു? ഗൗരി പെണ്ണെ, ഇല്ല, അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ആരുടെ അസൂയ തോന്നാറുണ്ടോ? ഗൗരി സ്വയം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രൻ അവളെ വലിച്ച് താഴെയിട്ട് അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. ഗൗരി എതിർത്തില്ല. രുദ്രന്റെ തലമുടി പിന്നിൽ നിന്ന് പിടിച്ചു. പെടെ രുദ്രന്റെ ഫോൺ അടിച്ചു. രുദ്രൻ ഫോൺ എടുത്തു നോക്കി. അവൻ ഫോണിലേക്ക് തുറിച്ചു നോക്കി. വീണ്ടും ഗൗരിയുടെ നേരെ ചാരി. ഉടനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, രുദ്രേട്ട, ഇതൊരു പ്രധാനപ്പെട്ട കോളായിരിക്കണം. കോൾ എടുക്ക്. രുദ്രൻ കോൾ എടുത്തു. ഹലോ. തലയിൽ നിന്ന് കേട്ട വാർത്ത കേട്ട് രുദ്രന്റെ മുഖഭാവം മാറി. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന പൂക്കളിലേക്ക് നോക്കുന്ന ഗൗരിയെ അവൻ നോക്കി. അതിനുശേഷം അവൻ പതുക്കെ പറഞ്ഞു, അവളെ തീർത്തേക്ക്, ഞാൻ ഉടനെ അവിടെ എത്തും. ഫോൺ കട്ട് ചെയ്ത ഉടനെ ഗൗരി തന്റെ മുന്നിൽ നിൽക്കുന്നത് അവൻ കണ്ടു. ഗൗരിയെ കണ്ടത് രുദ്രന്റെ മുഖം പൂർണ്ണമായി മാറി. പക്ഷേ ഗൗരിയുടെ മുഖത്ത് ഒരു മധുരമുള്ള പുഞ്ചിരി കണ്ടതും ഗൗരി അത് കേട്ടില്ലെന്ന് അവന് മനസ്സിലായി. ഗൗരി, ഭക്ഷണം കഴിച്ചുറങ്ങിക്കോ, ഞാൻ വരാൻ അല്പം വൈകും, രുദ്രൻ പറഞ്ഞതും ഗൗരിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. രുദ്രട്ടി, രാത്രി എവിടേക്കാ പോകുന്നേ? ഗൗരി ചോദിച്ചു. എനിക്ക് ചില പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യാനുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ തന്റെ കോട്ടെടുത്തു പോയി. ഗൗരി ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവൾക്ക് തോന്നുന്നില്ല. അവൾ കുറച്ച് മാത്രം കഴിച്ചു. പിന്നെ ഹാളിൽ TV കാണാൻ പോയി. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ഗൗരി വാതിലിലേക്ക് നോക്കി. രുദ്രൻ വരുന്നതും കാത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ TV കാണുന്നതിടയിൽ അവൾ ഉറങ്ങിപ്പോയി. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ഗൗരി വാതിലിലേക്ക് നോക്കി. രുദ്രൻ വരുന്നത് കാത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ TV കാണുന്നതിടയിൽ അവൾ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞത് വീടിന്റെ പുറത്ത് ഒരു കാർ നിർത്തി. രുദ്രൻ അതിൽ നിന്നിറങ്ങി. ആ നിമിഷം അവൻ വളരെ ക്രൂരനായി കാണപ്പെട്ടു. നരകത്തിലെ ദൈവത്തെ പോലെ. അവൻ വീട്ടിലേക്ക് കയറി അകത്ത് കടന്നപ്പോൾ ഗൗരി പുറത്തെ സോഫയിൽ ഉറങ്ങുന്നത് കണ്ടതും അവന്റെ മുഖം മൃദുവായി. അവളെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. അവളെ പിടിക്കാൻ കൈകൾ ഉയർത്തിയപ്പോൾ അവന്റെ കൈകൾ വായുവിൽ നിന്നു. അവൻ ആരെയോ കൊന്ന കൈകളിലേക്ക് നോക്കി. അവൻ വേഗം കൈകൾ പിന്നിലേക്ക് വലിച്ചു നടക്കാൻ തുടങ്ങി. ആ നിമിഷം തന്നെ ഗൗരി ഉണർന്നു. രുദ്രൻ പോകാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് അവന്റെ കൈ പിടിച്ച് രുദ്രൻ അവളെ തിരിഞ്ഞു നോക്കി. രുദ്രേട്ടാ, എന്താ വൈകിയത്? അത് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, നീ നിന്റെ മുറിയിലേക്ക് പോയി ഉറങ്ങിക്കോ, അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ അവളുടെ കൈ തട്ടി മാറ്റി അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഇതെല്ലാം ഗൗരിക്ക് വളരെ വിചിത്രമായി തോന്നി. രുദ്രൻ ഒരിക്കലും അവളോട് ഇത്ര പരുഷമായി പെരുമാറിയിട്ടില്ല. ഗൗരി വീണ്ടും രുദ്രന്റെ മുന്നിൽ നിന്നും അവൾ അവന്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയതും രുദ്രൻ പെട്ടെന്ന് പിന്നോട്ട് മാറി. രുദ്രേട്ടാ, എന്താ പറ്റി? ഗൗരി, നീ ഉറങ്ങാൻ പോ, നമുക്ക് രാവിലെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രുദ്രൻ വീണ്ടും അവിടെ നിന്ന് പോകാൻ തുടങ്ങി. പക്ഷെ ഗൗരി വീണ്ടും അവന്റെ മുന്നിലേക്ക് വന്നു. രുദ്രേട്ടാ, എന്താ പറ്റി? എന്തിനിങ്ങനെ എന്നിൽ നിന്ന് വിട്ടു നിൽക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി രുദ്രനോട് അടുക്കാൻ ശ്രമിച്ചു. പക്ഷെ രുദ്രൻ വീണ്ടും ദേഷ്യത്തോടെ
പിന്നോട്ട് മാറി.